നമ്മുടെ ഇടയിൽ നന്നായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പ്രസവശേഷം വന്ന വയറ് കുറയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടിയാൽ മതി എന്നുള്ളത്. ആക്ച്വലി അത് ശരിയാണോ? എന്തിനാണ് നമ്മൾ ബെല്ലി ബൈൻഡിങ് ചെയ്യുന്നത്? ആദ്യമായിട്ട് പ്രസവശേഷം എന്തുകൊണ്ടാണ് വയറ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ റീസൺ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഗർഭാവസ്ഥയിൽ നമ്മുടെ ഗ്രോയിങ് യൂട്രസിനെയും കുഞ്ഞിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് നന്നായിട്ട് സ്ട്രെച്ച് ആവുകയും വലുതാവുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ വയറ് കൂടുതലായിട്ട് നമുക്ക് തോന്നിപ്പിക്കാം. രണ്ടാമത്, നമ്മുടെ പൊണ്ണത്തടിയുടെ ഭാഗമായിട്ട് വയറുണ്ടാവാം. മൂന്നാമതായിട്ട്, ഗർഭാവസ്ഥയിലും പ്രസവശേഷവും ആവശ്യത്തിലധികം നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, നമുക്ക് ഡയറ്റ് കൺട്രോൾ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വയറ് വരാൻ ചാൻസ് ഉണ്ട്. വയറ് കിട്ടിയത് കൊണ്ട് മാത്രം പ്രസവശേഷം വന്ന വയറ് കുറയോ? ഇല്ല. പ്രസവശേഷം വന്ന വയറ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബോഡി കണ്ടീഷൻസ് ഓക്കെ ആകുമ്പോൾ പതിയെ നോർമൽ എക്സസൈസിലേക്കും ഡയറ്റ് കൺട്രോളിലേക്കും പോകേണ്ട ആവശ്യമുണ്ട്. അതുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വയറ് പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു വരത്തുള്ളൂ. ഇനി ബെല്ലി ബെൻഡിങ്ങിന്റെ ഉദ്ദേശം എന്താണ്? അത് നമുക്ക് ഹെൽപ്ഫുൾ ആണോ? തീർച്ചയായിട്ടും ബെല്ലി ബെൻഡിങ് ഹെൽപ്ഫുൾ ആണ്. ഒന്നാമതായിട്ട്, നമ്മുടെ ഈ പ്രസവശേഷം അയവ് വന്ന നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ സപ്പോർട്ട് ചെയ്യുകയും അതിന്റെ ഹീലിംഗ് വേഗത്തിലാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബെല്ലി ബെൻഡിങ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിനും ബാക്ക് മസിൽസിനും നട്ടലിനും ഒക്കെ ഒരു സപ്പോർട്ട് കൊടുത്ത് നടുവേദനയൊന്നും വരാണ്ടിരിക്കാൻ നമ്മുടെ ഈ ബെല്ലി ബെൻഡിങ് ഹെൽപ്പ് ചെയ്യും. മൂന്നാമതായിട്ട്, നമ്മുടെ യൂട്രസ് അടക്കമുള്ള ഇന്റേണൽ ഓർഗാൻസിനെ സപ്പോർട്ട് ചെയ്യുകയും അവയുടെ ഹീലിംഗ് വേഗത്തിലാക്കുകയും ചെയ്യും. നാലാമതായിട്ട്, സി സെക്ഷൻ ഉണ്ടൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അത് ബേബിയുടെ മൂത്രം, പാല്, മറ്റ് ആഹാര വസ്തുക്കൾ തുടങ്ങിയവയൊന്നും ഒരു പ്രൊട്ടക്ഷനും നമ്മുടെ ഈ ബെല്ലി ബെൻഡിങ് കൊണ്ട് കിട്ടും. ബെല്ലി ബെൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡബിൾ മുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടൺ ക്ലോത്തോ എടുക്കാം. ബൈൻഡ് ചെയ്യുമ്പോൾ അബ്ഡോമിനും ഹിപ്പും ബാക്ക് റീജിയനും എല്ലാം ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ വേണം കെട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈറ്റ് ആയിട്ട് വലിഞ്ഞു മുറുകെ കെട്ടാൻ പാടില്ല. ഒരുപാട് ടൈറ്റ് ആവുന്നത് നമുക്ക് യൂട്രൈൻ പ്രൊലാപ്സ് പോലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും. നമുക്ക് വേണ്ടത് ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് കിട്ടാനുള്ള ടൈറ്റ്നെസ്സിന് മാത്രം കെട്ടുക. ആഹാരം കഴിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഒക്കെ നമുക്ക് ബെല്ലി ബെൻഡിങ് അവോയ്ഡ് ചെയ്യാം. ആദ്യത്തെ ഒരു 45 ദിവസമെങ്കിലും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കെട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അബ്ഡോമിനൽ ബൈൻഡേഴ്സ് നമുക്ക് മാർക്കറ്റിൽ ധാരാളം അവൈലബിൾ ആണ്. നമ്മുടെ സൈസിനനുസരിച്ചുള്ള ഒരു അബ്ഡോമിനൽ ബൈൻഡർ യൂസ് ചെയ്താലും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെയുള്ള മറ്റൊരു തെറ്റിദ്ധാരണയാണ് പ്രസവശേഷം ധാരാളം വെള്ളം കുടിക്കുന്നത് വയറ് കൂടാൻ കാരണമാകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലരും ഈ പ്രസവശേഷം സ്ത്രീകളെ വെള്ളം കുടിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് നല്ലൊരു പ്രാക്ടീസ് അല്ല. ധാരാളം വെള്ളം കുടിക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ളവ ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും. കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കും. ഡീഹൈഡ്രേഷനും അനുബന്ധ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കും. മാത്രമല്ല, നന്നായിട്ട് പാലുണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും വെള്ളം ഒഴിവാക്കരുത്. തീർച്ചയായിട്ടും ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ദാഹത്തിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് കുടിക്കാവുന്നതാണ്.